മഹാഭാരതത്തിലെ ശിഖണ്ഡിനെ മുൻനിർത്തിയിട്ട് ശത്രുവിനെ ഒതുക്കി ഭരണം പിടിച്ച ഇതിഹാസങ്ങളൊക്കെ നമുക്കറിയാലേ. പക്ഷെ നമ്മുടെ ബീഹാറിൽ നടക്കുന്നത് 10,000 ഉറുപ്പ്യ കൊടുത്തിട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ട് ഭരണം പിടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക തരം ഭരണ രാജതന്ത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ ചെയ്തു ഈ എക്സിറ്റ് പോളുകളും അല്ലെങ്കിൽ ബീഹാറിലെ അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ. പക്ഷേ വീണ്ടും പല കറണ്ട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ ന്യൂസ് ഒന്ന് എടുത്ത് ചെയ്തു പോകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. നമുക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, നാളെയാണ് എന്താ പറയുക വോട്ടെണ്ണൽ, നാളത്തോടു കൂടി അറിയാം ഈ 10,000 രൂപ അല്ലെങ്കിൽ ഉറുപ്പികൾക്ക് അവിടെ ഗുണം ഉണ്ടായിട്ടുണ്ടോ അതല്ല കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ കിടന്ന് നരകിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്തകൾക്കാണോ അവിടെ മുൻഗണന വന്നത് എന്നുള്ളത്. അതായത് 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇപ്പം ബീഹാറിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1951 ഈ എന്താ പറയുക സംസ്ഥാനം രൂപീകരിച്ച അന്ന് എത്രത്തോളം പോളിംഗ് ഉണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ 67% വോട്ടിംഗ് ഉണ്ടാവും, അല്ല പോളിംഗ് ഒരു ഇലക്ഷന് ഉണ്ടാവുന്നത്. അത് നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ നമ്മൾ അത് കണ്ടുന്ന 2 തരത്തിലാണ് ആൾക്കാർ അതിനെ പറയുന്നത്. ഒന്നുകിൽ എന്താ പറയുക ഭരണം മടുത്തിട്ട് വീട്ടിൻ്റെ അകത്തിരുന്നവർ വരെ പുറത്ത് വന്ന് വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഭരണം മാറണം, 20 വർഷമായിട്ട് ഈ നിതീഷ് കുമാറിൻ്റെ അടിയിൽ കിടന്നിട്ട് ഞങ്ങൾ മടുത്തു, അത് പലവട്ടം പല പാർട്ടികളിൽ ചാടിയിട്ടാണെങ്കിലും ഞങ്ങൾ മടുത്തു, അതല്ല ഇനി ഇതേ ഭരണം തന്നെ മതി, ഇനി മാറാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോറി എഫക്റ്റും മറ്റ് രാജ്യത്തെ അല്ലെങ്കിൽ നാട്ടിലെ മറ്റ് തൊഴിലില്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടിട്ട് എങ്ങാനും ആൾക്കാർ തിരിച്ച് വോട്ട് ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ഒരു യാഥാസ്ഥിക ചിന്തകളുള്ള അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ അടിമകളായിട്ട് അല്ലെങ്കിൽ ഈ 10,000 ഉറുപ്പ്യ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാം കൂടെ ഇറങ്ങി വോട്ട് ചെയ്തു. ഈ 2 ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ വനിതാ വോട്ടർമാരുടെ ആ ഒരു ആധിക്യം ഉണ്ടല്ലോ, അതിന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ അതാണ് കേൾക്കുന്നത്. ഏതൊരു എക്സിറ്റ് പോളുകൾ എടുത്തു കഴിഞ്ഞാൽ എന്തെടുത്തു കഴിഞ്ഞാലും ബീഹാർ നിതീഷ് കുമാർ പിടിക്കും. കാരണം എന്താണ്? ഭരണത്തിന്റെ മെച്ചം കൊണ്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്കുള്ള ജീവിത നിലവാരം കൊണ്ടാണോ, ഹ്യൂമൻ ഇൻഡെക്സ് നല്ലതായത് കൊണ്ടാണോ? അതൊന്നുമല്ല. എന്താ 10,000 ഉറുപ്പ്യ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3-3.5 കോടി സ്ത്രീ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10,000 ഉറുപ്പ്യ ഏകദേശം 1.5 കോടി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10,000ന്റെ പേരിൽ ഞങ്ങൾ ജയിക്കും. എന്ത് കോൺഫിഡൻസ് അല്ലേ. ഏത് എക്സിറ്റ് പോൾ എടുത്താലും എന്തെടുത്തു കഴിഞ്ഞാലും ഇതാണ് അവിടുത്തെ ഫസ്റ്റ് പോയിന്റ്. പിന്നെ അവിടുത്തെ ജാതി ധ്രുവീകരണവും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതാണ് പോയിന്റ്. വേറെ അവിടുത്തെ ഒന്നുമല്ല മെച്ചോ ഭരണ തുടർച്ച കിട്ടാനുള്ള ഒരു മെച്ചവും ഉണ്ടായില്ല. പക്ഷെ 10,000 ഉറുപ്പ്യ ഞങ്ങളെ ഇത്രയും കാലം ഞങ്ങൾ ഊറ്റിയതിന്റെ ഭാഗമായിട്ട് 10,000 ഉറുപ്പ്യ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കുക. ഇത് മാത്രമേ നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ മീഡിയാസ് പോലും ഇതേ പറയുന്നുള്ളൂ. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഒരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ വ്യക്തമാണ്. നിങ്ങൾ 10,000 വാങ്ങിച്ചു, ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ മൂഞ്ചിച്ച് പറയട്ടില്ല, നിങ്ങളെ പറ്റിച്ച് ഇത്രയും കാലം വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ എത്രയോ നിങ്ങളുടെ പിഴിഞ്ഞ് നിങ്ങളുടെ ഈ അവസ്ഥയിലാക്കില്ല. അപ്പോൾ കിട്ടുന്ന 10,000 നിങ്ങൾ വാങ്ങി, ഇനിയെങ്കിലും ഭരണം നന്നാവണം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മാറ്റി നിങ്ങൾ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. महिलाओं को 10,000 रुपए देंगे, क्या हर महीने देंगे? आज क्यों जागे हैं? 20 सालों से इनकी सत्ता थी, इनकी सरकार थी, तब तो नहीं बोला कि 10,000 रुपए देंगे महिलाओं को। आज क्यों दे रहे हैं? आपके वोट के लिए, आपके वोट के लिए दे रहे हैं। चुनाव को खत्म होने दीजिए, ये भी बंद हो जाएगा। मेरी बहनें हंस रही हो, सुनो सुनो सुनो, हम महिलाओं से समझदार कोई नहीं होता, मैं बता देती हूं। इसीलिए एक काम करो, ले लो 10,000 रुपए दे रहे हैं, ले लो, लेकिन वोट तुम अपने देश के लिए डालो, वोट तुम इस धरती के लिए डालो, वोट तुम अपने भविष्य के लिए डालो, अपने बच्चों के भविष्य के लिए डालो। इनकी बातों में मत पड़ो, बहुत हो गया है।
നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സത്യം. ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലത്. ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ചു, നിങ്ങളുടെ നികുതി എടുത്തു, അവന്മാർ കുമ്പ വീർപ്പിച്ചു എന്നല്ലാണ്ട് വേറെ ഒരു മെച്ചം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ 10,000 വാങ്ങിച്ചു വെച്ചോ, നിങ്ങൾ വോട്ട് ചെയ്തു. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ഇത്ര ആൾ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക, നിതീഷിന്റെ ഈ പത്മവ്യൂഹത്തിൽ 10,000-ന്റെ പത്മവ്യൂഹത്തിൽ ആളുകൾ വീണു പോയോ എന്നും നമുക്കറിയില്ല. ഇനി അവിടുത്തെ വനിതാ വോട്ടർമാരുടെ ആധിക്യം ഈ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ 4.34 ലക്ഷം അധികം സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലുമായിട്ട് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരെക്കാൾ മുന്നിലാണെങ്കിലും ഇത്രയും വലിയ സംഖ്യാപരമായ ആധിപത്യം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ആകെ 3.51 കോടിയിലധികം സ്ത്രീകൾ, അതിൽ 3.91 കോടിയിലധികം പുരുഷന്മാരാണ് ഇവിടെ വോട്ട് ചെയ്തത്. ഏകദേശം 7 എന്താ പറയുക കോടിയുടെ അടുത്ത് വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇത് 2 തരത്തിലാണ്. ഈ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണോ, അതല്ല ഈ പറഞ്ഞ എന്താ പറയുക ഈ സ്ത്രീകൾക്ക് കിട്ടിയ പൈസയോടുള്ള വോട്ടിംഗ് മാത്രമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ തേജസ്വി യാദവിന്റെ ഒരു അവകാശവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് പോളിംഗ് മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. അതായത് നിതീഷ് കുമാറിനെ രക്ഷിക്കാനല്ലെന്നും RJD നേതാവ് തേജസ്വി യാദവിന് അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഒരു ഭരണമാറ്റം വേണം എന്നാണ് പുള്ളിയുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ RJD മഹാസഖ്യത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ പറയുക, അവിടുത്തെ സംഖ്യകളുടെ ഒരു വിശകലനം നമ്മൾ എടുത്തു നോക്കാം. മൊത്തം അവിടുത്തെ ഇത്രയും കാലത്ത് സംഖ്യകളുടെ വിശകലനം എടുത്തു നോക്കിയാൽ 2020 അപേക്ഷിച്ചിട്ട് ഇത്തവണ 72 ലക്ഷം ആളുകളാണ് അധികമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പോളിംഗിന്റെ ഡിഫറൻസ് അതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ 72 ലക്ഷം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 243 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ പറഞ്ഞ 72 ലക്ഷം വോട്ട് അവിടെ വന്നത്. ഓരോ മണ്ഡലത്തിലും ഏകദേശം 29,500 വോട്ടുകൾ അധികമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർധനവ് സർക്കാരിനെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. അതല്ലാതെ നിതീഷ് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് തേജസ്വി യാദവിന്റെയും മഹാസഖ്യത്തിന്റെയും ഒരു കണക്കുകൂട്ടൽ. ഇനി NDAയുടെ സൈഡിൽ നിന്നുള്ള അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എക്സിറ്റ് പോളുകളൊക്കെ ഇത്ര കാണിക്കുന്നുണ്ട്, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. അത് പറയാനുള്ള മെയിൻ കാരണം അവർ പറയുന്നത് അവിടുത്തെ ഭരണനേട്ടവും കാര്യങ്ങളൊന്നുമില്ല, പൈസ ഇറക്കിയിട്ടുണ്ട്, പൈസ കണ്ണടച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഖജനാവെന്ന് എടുത്ത്, സ്വന്തം ഉണ്ടാക്കിയ പൈസ അല്ല, സർക്കാരിന്റെ ഖജനാവെന്ന് അവിടെ ഇത്രയും കാലം ആളുകളുടെ അടുത്തുനിന്ന് വെട്ടിച്ചും തട്ടിച്ചും എടുത്ത നികുതിയും അല്ലാത്ത പ്രൊജക്ടുകളുടെയും പൈസ അവിടെ ഒരു ഡെവലപ്മെന്റും കൊണ്ടുവരാണ്ട് സർക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൈസ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ കുമ്പ പൂർവിച്ച പൈസ എടുത്തിട്ടാണ് ഇവർ ഇപ്രാവശ്യം ഈ സ്ത്രീകൾക്കും മറ്റ് പല പദ്ധതികൾക്കും കൊടുത്തിട്ട് ഞങ്ങൾ വോട്ടാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടുത്തെ പദ്ധതികളുടെ ഒരു വിശദാംശങ്ങളാണ് പറയാൻ പോകുന്നത്. സ്ത്രീകൾക്കുള്ള ജനസഹായം, അതായത് 1.3 കോടിയിലധികം സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ വന്ന് അനുവദിച്ചു കൊടുത്തു. കൂടുതൽ ആൾക്കാർക്ക് അത് ഇട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 ഇട്ടതെന്ന് പറഞ്ഞത്. അതായത് ഇലക്ഷന്റെ തൊട്ട മുമ്പ് 20 വർഷമായിട്ട് ഭരിക്കുന്ന ഒരാൾ 10,000 ഉറുപ്പിക എടുത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങി അടിച്ചു പൊളിച്ചുക, നമ്മൾ സെറ്റ് ആവാൻ പോകാന്നാണ് പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ അവകാശവാദം. ഇനി പെൻഷന്റെ വർധനവ് തരും എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ട്, അതായത് പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക്, വികലാംഗർക്ക്, വിധവകൾക്ക് ഇവർക്കൊക്കെ വെറും 400 രൂപ പെൻഷനാണ് അതും കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ട്. അത് 1,600 രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ വിഭാഗത്തിൽ ഏകദേശം 1 കോടിയിലധികം ആൾക്കാരുണ്ട്. അപ്പം 1.5 കോടി സ്ത്രീകൾക്കും ഈ വക 1 കോടിയും 2.5 കോടി വോട്ട് അവിടെ ഉറപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. പിന്നെ മറ്റെന്ന് പറഞ്ഞാൽ മറ്റ് വികാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മറ്റ് സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് വികാസ് മിത്ര ടാബ്ലറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതായത് 25,000 രൂപ വികാസ് മിത്ര ടാബ്ലറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പും ടാബും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി 25,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശിക്ഷാ മിത്ര ഫോൺ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് 10,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 4 പ്രഖ്യാപനങ്ങളാണ് ഈ പറഞ്ഞ NDA സർക്കാർ എടുത്തു പറയുന്നത്. അതായത് മുമ്പ് കഴിഞ്ഞു പോയ ഒരു ഭരണ മെച്ചങ്ങളും നേട്ടങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇനി തരാൻ പോകുന്ന കാശുകൾ ഇതൊക്കെയാണ്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കണക്കെല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം 40% വോട്ടർമാർ ഈ പറഞ്ഞ 3-3.5 കോടിയിൽ പെടും. ഈ 40% വോട്ടാണ് അവർക്ക് വേണ്ടത്. അവിടെ ഒരു കേവല ഭൂരിപക്ഷത്തിലോട്ട് എത്തണമെങ്കിൽ ഈ 40% വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭരണം നടക്കും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പത്മവ്യൂഹങ്ങൾ, പൈസ എറിഞ്ഞിട്ടൊരു പത്മവ്യൂഹം അവിടെ സൃഷ്ടിച്ച് കൊടുത്തിട്ടുള്ളത് ബീഹാറിൽ. പിന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊരു ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് വിമർശിക്കാനേ തോന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് പൈസ മുടക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പദ്ധതികൾക്കെല്ലാം കൂടെ ഏകദേശം 3,000 കോടി രൂപയിലധികം ചെലവുണ്ട് ഈ പറഞ്ഞ കുറച്ച് പദ്ധതികൾക്ക് മാത്രം. അപ്പം ജനങ്ങൾക്ക് അതിദാരിദ്ര്യം പിടിച്ച് തൊഴിലില്ലായ്മ ഇല്ലാതെ അവിടുത്തെ ആൾക്കാർ പലായനം ചെയ്തു പോകുന്ന ഒരു സ്ഥലത്തോട്ട് ഈ 3,000 കോടി ഇങ്ങനെ വീതിച്ച് ഇങ്ങനെ പല ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൊടുക്കലോട് കൂടി മാത്രം ഇനിയും ഒരു 5 കൊല്ലം കൂടെ ഞങ്ങൾക്ക് ഭരിക്കാം, അല്ലെങ്കിൽ 5 കൊല്ലം കൂടി ഇനിയും ഞങ്ങൾക്ക് ഈ നാടിനെ കുട്ടിച്ചോറാക്കാം എന്നുള്ള ചിന്തകളാണ്. ഇവിടെ ഏത് രീതിയിലാണ് ജനാധിപത്യം എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ചെയ്തിട്ട് ഭരണം പിടിക്കുന്ന ആളുകളാണ് നമ്മൾ വാങ്ങുക. ഈ സത്യത്തിൽ ഇതൊരു വോട്ട് വാങ്ങലാണ്.
ഒരു ഈ വോട്ട് വാങ്ങലാണ് സത്യത്തിൽ. ഇത് വോട്ട് ചെയ്യിപ്പിക്കലല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളെ ജനാധിപത്യം ഇതാണെന്ന് അറിഞ്ഞ് വോട്ട് ചെയ്യിക്കലല്ല, ഇത് വോട്ട് വാങ്ങൽ എന്നാണ് നമുക്കിതിനെ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇവിടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഗുരുതര വീഴ്ച വരുന്നുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈഡിൽ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈഡിൽ നിന്ന് ഒരു ഗുരുതര പെരുമാറ്റച്ചട്ടം ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, പൈസ കൊടുത്തിട്ടാണ് ഇവിടെ വോട്ട് വാങ്ങുന്നത്, ആ പ്രഖ്യാപനം കൊണ്ട് മാത്രമാണ് ഇവിടെ വോട്ട് വാങ്ങുന്നതും, പിന്നെ മറ്റ് പല രീതിയിലുള്ള മാനിപ്പുലേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പണം നൽകിയിട്ട്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, അതായത് അത് ഒരു കോഡ് ഓഫ് കോണ്ടാക്ടിന് എതിരാണ്, കോഡ് ഓഫ് കോണ്ടാക്ടിന് എതിരായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആരും അവിടെ വാ തുറക്കാനോ അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാനോ അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ സത്യം. സത്യത്തിൽ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകണോടത്ത് നമുക്കൊരു ATM കൗണ്ടർ വേണം വെച്ച് കൊടുത്താൽ മതി. അതായത് നിങ്ങൾ വോട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ ATM കൗണ്ടറിൽ നിന്ന് എടുത്ത് തരും. ഇത്തരത്തിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, അതിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടം അവിടെ എന്താ പറയുക ഇല്ലാണ്ടായി പോയാലും അവിടെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് ബീഹാറിൻ്റെ ഒരു ദുരവസ്ഥ നമ്മൾ പറയണം. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പം, ഇപ്പം നമ്മൾ RJD നമ്മൾ വോട്ട് ചോരിയുടെ കാര്യം, അല്ലെങ്കിൽ ഇനി അവിടെ ജെൻസിക്ക് ജോലി കൊടുക്കാം, ജെൻസി എന്നല്ല അവിടുത്തെ യുവത്വത്തിന് ജോലി കൊടുക്കും, സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും, സ്കൂളുകൾ ഉണ്ടാക്കും, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കും, നമ്മളവിടെ പല പല രീതിയിലുള്ള റോഡ് കണക്ഷൻസ് കണക്ടിവിറ്റി ഉണ്ടാക്കും എന്നൊക്കെ RJD പറഞ്ഞാലും RJD അവിടെ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് BJP അല്ലെങ്കിൽ NDA സർക്കാർ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, പൈസ കൊടുത്ത് ഇല്ലാത്ത കളവുകൾ പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് ധ്രുവീകരിച്ചിട്ട് അവിടെയും ഇവിടെയും പറഞ്ഞ് ജാതി, ഇത് മാത്രമാണ് അവർ സംസാരിച്ചത്. ഇവിടെ ഇവർ മിസ് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ഞാൻ മനസ്സിലാക്കിയിട്ട് RJDക്ക് ഈ പോയിന്റുകൾ എടുത്ത് പറയേണ്ടായിരുന്നു. ഞാൻ ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച കാര്യം ഞാൻ പറയട്ടോ. നിതീഷ് കുമാറിന്റെ കേഡേഴ്സായിട്ട്, കേഡർ പാർട്ടി നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറയെങ്കിലും നിതീഷ് കുമാറിന്റെ ഒരു കേഡർ സംവിധാനം തന്നെ അവിടെ ഉണ്ട്. അവിടുത്തെ സ്ത്രീജനങ്ങളാണ്, അതായത് നമ്മളെ ഇവിടുത്തെ ആശാ വർക്കേഴ്സ് പോലത്തെ അവിടുത്തെ എന്താ പറയുക ആ കേഡർ, അതായത് ജീവിക ദീദിമാർ, ഈ വനിതാ സ്വയം സഹായക സംഘങ്ങളാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞൊരു വർഷം മുമ്പ് അവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക പൈസ പോലെ, അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തൊഴിൽ ചെയ്യുന്നതിനുള്ള പൈസ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു സമരത്തിന് വരും. അവർ ഈ നിതീഷ് കുമാറിനോടുള്ള സപ്പോർട്ട് പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമരമൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ വേണ്ട പോലെ RJDക്ക് എടുത്ത് അവിടെ പഴറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നമ്മൾ എവിടെയും തെരഞ്ഞെടുപ്പിന് ഇതിലൊന്നും അത്ര അങ്ങനത്തെ ചില എന്താ പറയുക ഡിസ്കഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊരു RJDയുടെ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെയാണ് ഈ അവസാനത്തിട്ട് ഈ പറഞ്ഞ 10,000 രൂപ കൊടുത്തിട്ട് വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 10,000 രൂപ കൊടുത്തിട്ട് ഈ ആൾക്കാരെ തിരിച്ചത്. അപ്പോൾ നമ്മൾ ഈ കണ്ട 3-4 പോയിന്റുകളുണ്ട്. അതായത് അവിടുത്തെ ഈ പെൻഷൻ, ഇല്ലാത്ത പെൻഷൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ തരാം, ഞങ്ങൾ 400 ഉള്ളത് 1100 ആക്കാമെന്ന് പറഞ്ഞതും, ഈ 10,000 രൂപ വെച്ച് ഇവർക്ക് കൊടുത്തതും, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ പിന്നെ ടാബ്ലറ്റ് വാങ്ങിക്കാൻ 25,000 രൂപ തരാം, അതല്ലെങ്കിൽ മൊബൈൽ വാങ്ങിക്കാൻ 10,000 രൂപ വേറെ തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഈ 40% വോട്ട് അവരവിടെ ഉറപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തു വെച്ചത്. പക്ഷേ ഇതിനെ മറികടന്നിട്ടാണ് ഇപ്പോൾ അവിടുത്തെ മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ ആളുകൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ പൊതുവേ ഒരു ജനവികാരം അവിടെ നോക്കുകയാണെങ്കിൽ ഈ വോട്ട് കക്കുന്നതിൻ്റെയും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ പലതും കണ്ട്, പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വണ്ടി പുറത്തു പോകുന്നതും, അല്ല പോളിംഗ് ബൂത്തുകളല്ല സ്ട്രോങ് റൂമുകളിൽ നിന്ന് വണ്ടി പുറത്തു പോകുന്നതും, CCTV ഓഫ് ആവുന്നതും, ഇതൊക്കെ നമ്മൾ കണ്ട്. അതിൻ്റെ കൂടെ എക്സിറ്റ് പോളുകൾ കണ്ണടച്ച് NDAനെ സപ്പോർട്ട് ചെയ്യുന്നതും കണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇൻ കേസ് ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയും മറ്റ് അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ ലേഡി ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത ജയം അവിടെ ഉണ്ടാക്കണമെങ്കിൽ, അവിടെ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ എക്സിറ്റ് പോളുകൾ അവർ മുമ്പോട്ട് വെക്കും. അതിൻ്റെ പിന്നിലൂടെ പിന്നെ അവർ പറയും സ്ത്രീകൾ വോട്ട് ചെയ്തതാണെന്ന് അവർ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നിലൂടെ വോട്ട് കക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു വെച്ചിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ എന്നും പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ പത്മവ്യൂഹം തന്നെയാണ് ഈ പറഞ്ഞ NDA BJP സർക്കാർ അവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ഒരു ബേസായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്.